ക്യാൻസറിനെ പുഞ്ചിരിയോട് നേരിട്ട് ഒടുവിൽ ദൈവസന്നിധിയിലേക്ക് പറന്നുപോയ സ്നേഹയെ ഓർത്ത് ഒരു നാട് മുഴുവൻ തേങ്ങുകയാണ്. 2 തവണ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടും ഊന്നുകൽ സ്വദേശിനിയായ സ്നേഹ അന്ന ജോസ് എന്ന 26-കാരിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായില്ല. അനേകരുടെ പ്രാർത്ഥനയുടെ നടുവിൽ സ്നേഹ പറഞ്ഞ അവസാന ആഗ്രഹങ്ങളെക്കുറിച്ച് അടുത്ത ബന്ധുവായ ഷാജി കെ മാത്തന്റെ കുറിപ്പ് ഏറെ വൈറലായി കഴിഞ്ഞു. തൻ്റെ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കി തൻ്റെ അപ്പയോട് സംസാരിക്കുന്ന അന്ന വസ്തു വിറ്റോ കടം വാങ്ങിയോ ചികിത്സ നടത്താൻ ആവശ്യപ്പെടുമായിരുന്നു അത്രേ. രോഗം മാറി താൻ ജോലിയിൽ പ്രവേശിച്ചാൽ എല്ലാ കടങ്ങളും വീട്ടാമെന്നുമായിരുന്നു അവളുടെ കണക്ക് കൂട്ടൽ. എന്നാൽ ചികിത്സകളെല്ലാം വിഫലമായ ഘട്ടത്തിൽ അവൾ ദൈവത്തെ മുഖാമുഖം കാണുകയായിരുന്നു. മരിക്കുമ്പോൾ പത്രത്തിൽ കൊടുക്കേണ്ട ചിത്രം പോലും അതോടെ അവൾ എടുത്തു വെച്ചു. അന്ത്യയാത്രയ്ക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ പുതിയ ഉടുപ്പ് വേണമെന്നും ചുറ്റും റോസാപ്പൂക്കളാൽ അലങ്കരിക്കണമെന്നും അന്ന ആവശ്യപ്പെട്ടു. ഷാജിയുടെ ആ കുറിപ്പ് ഇങ്ങനെ: ഇത് എൻ്റെ സ്നേഹമോൾ, എൻ്റെ സഹോദരി ഷീജയുടെ ഒരേയൊരു മകൾ. സ്നേഹ എന്ന പേര് തിരഞ്ഞെടുത്തത് ഞാനായിരുന്നു. പേര് പോലെ തന്നെ സ്നേഹവും അച്ചടക്കവും വിനയവും ഉള്ള കുട്ടി. 10ാം തരം വരെ പഠനത്തിൽ മെല്ലെപ്പോക്ക്. പിന്നീട് അവൾ സ്വപ്നം കാണുവാൻ തുടങ്ങി. 11-12 മികച്ച മാർക്കുകൾ. എഞ്ചിനീയറിംഗ് അവസാന വർഷം എത്തുമ്പോൾ അസുഖബാധിതയായിട്ടും 90% മാർക്ക്. അവളെ പിടികൂടിയ അസുഖം ചെറുതല്ലെന്നറിഞ്ഞിട്ടും അവൾ പുഞ്ചിരിച്ചു. ഗൂഗിളിൽ കയറി മരുന്നുകളും ചികിത്സകളും മനസ്സിലാക്കി അപ്പനോട് പറഞ്ഞു, വസ്തു വിറ്റോ കടം വാങ്ങിയോ എന്നെ ചികിത്സിക്കാമോ? ജോലി കിട്ടുമ്പോൾ ഞാൻ വീട്ടാം. അങ്ങനെ മജ്ജ മാറ്റിവെച്ചു. ശേഷം അവൾ സ്വപ്നം കണ്ട ചെറിയ ജോലിയിൽ കയറി. ചെറുചിരികളുമായി സന്തോഷം പങ്കിട്ടു പോന്നപ്പോൾ 2.5 വർഷത്തിന് ശേഷം അവളെ തേടി വീണ്ടും അതേ അസുഖമെത്തി. ചില ക്യാൻസർ അങ്ങനെയാണ്. രണ്ടാമതും മജ്ജ മാറ്റിവെച്ചു. അവൾക്കായി എല്ലാ ചികിത്സകളും ചെയ്തു. ഇന്നിപ്പോൾ എല്ലാം വിഫലം. ഇനിയും കുറച്ച് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട്. പത്രത്തിൽ കൊടുക്കേണ്ടതായ ഫോട്ടോ ഇതായിരിക്കണം. ഫ്ലക്സ് വയ്ക്കുകയാണെങ്കിൽ ഈ ഫോട്ടോ തന്നെ വേണം. പുതിയ സെറ്റ് ഉടുപ്പിടിക്കണം. ചുറ്റും റോസാപ്പൂക്കൾ വേണം. ഇനി ഞങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ നിന്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ മാത്രം. ധാരാളം മെസ്സേജുകളും വിളികളും വരുന്നതിനാൽ വ്യക്തമായൊരു പോസ്റ്റ് ഇടുകയാണ്. ഫോൺ എടുക്കുവാൻ പലപ്പോഴും കഴിയാറില്ല, ക്ഷമിക്കുക. ഏതായാലും സ്നേഹമോളുടെ വേർപാട് നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. വെളിവാകും നാ